ഇവൻ വേറെ സ്ഥലത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ കാര്യം എടുത്ത് തട്ടി മാറ്റി, കൈയൊക്കെ തട്ടി മാറ്റി അപ്പനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവൻ ഒത്തിരി നേരം കൊണ്ട് പിടുത്തോ എവിടേക്കൊക്കെ ഇരുന്ന് പിടിക്കുന്നുണ്ട്. ഞാൻ ട്രെയിനിനകത്ത് ഇവന്റെ മറ്റിടത്ത് കയറിയുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ രാവണൻ, അറിയാമോ, രാവൂസ് കയറി പിടിച്ചിരിക്കുകയാണ്. അതെ, കയറി പിടിച്ചു മക്കളെ. ട്രെയിനിനകത്ത് ഇതെല്ലാം സുസ്ഥിരമായ കാര്യം തന്നെയാണ്. പക്ഷെ ഈ പയ്യൻ അടിച്ച് പൊട്ടിച്ചങ്ങ് വിട്ടിട്ടുണ്ട്. പലരും പല രീതിയിൽ ട്രെയിനിനകത്തും ബസ്സിനകത്തൊക്കെ നടക്കുന്ന പിടിവലി കേസുകൾ. പിടിവലി എന്ന് പറയുമ്പോഴേ ഇവിടെ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ പറയുന്ന അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതെന്നാണ്. ഒരിക്കലുമല്ല, ആൺകുട്ടികൾക്ക് ഒത്തിരി ഇത് നേരിടേണ്ടി വരുന്നുണ്ട്. ട്രെയിനിനകത്ത് തിരക്കേറിയ ബോഗിക്കകത്ത് ബസ്സിനെക്കാളും കഷ്ട അവസ്ഥയാണ്. പിടിവലി നടന്നാലും എന്ത് നടന്നാലും ആരും അറിയില്ല. പക്ഷെ ഈ പയ്യൻ പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഐഫോണും ഗൾഫിലെ ജോലി ഉൾപ്പെടെ ഒരു നിസാര പിടിക്ക് വേണ്ടി ഇത്രയും ഓഫറുകളൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ രാവണ, നീ കൊള്ളാം. രാവണൻ തിരിച്ച് മറുപടി പറയുന്നുണ്ട്. രാവണന്റെ വാക്കുകളിലും കഴമ്പില്ലാതില്ല. ഈ പറയുന്ന വ്യക്തി ലുട്ടാപ്പി പറയുന്ന കാര്യങ്ങളാണ് ഞെട്ടിക്കുന്ന കാര്യം. ജാസിക്ക് കൂടി നാണക്കേടാണ് വരാൻ പോകുന്നത്. പേഴ്സണലി എനിക്ക് ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൂടി കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ ദിവസമായി വീഡിയോസൊക്കെ റിയാക്ട് ചെയ്തിട്ട്. സോ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനെപ്പറ്റി. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഇപ്പം തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഹൈപ്പ് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, ഈ സംഭവം ശരിക്കും ഈ പറഞ്ഞാൽ ട്രെയിനിനകത്ത് വെച്ചിട്ട് പിടിവലി കേസുകളെല്ലാം ദൈനംദിനം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരാൾക്ക് പോലും ഒരു തവണയെങ്കിലും ഉണ്ടാവാതിരിക്കത്തില്ല. ഉറപ്പായിട്ടും എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ആ സമയത്ത് പേടിച്ചു പോയിട്ടുണ്ട്. പലരും പല രീതിക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ ഉണ്ടാകുന്നത്. ഞാൻ പേടിച്ചു പോയിട്ടുണ്ട്. പേടിച്ചു പോയി എഴുന്നേറ്റ് പോയിട്ടുണ്ട്, മറ്റൊരു ബോഗിയിൽ പോയി ഇരുന്നിട്ടുണ്ട്. അതൊക്കെ വേറൊരു കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു സംഭവം ആയതുകൊണ്ടാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയത്. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പയ്യൻ, ഒരു 10,000 ഫോളോവേഴ്സിന് പുറത്തുള്ള ഒരു കൊച്ചു പയ്യൻ, കണ്ടാലൊരു കൊച്ചു പയ്യൻ, ഈ പയ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ് നമ്മുടെ രാവൂസിനെ പറ്റി. രാവൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മരം കൊത്തി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ അങ്ങനെയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ പറയുന്ന മരം കൊത്തി അല്ല, രാവണൻ എന്ത് ചെയ്തു? എറണാകുളത്ത് വെച്ച് ട്രെയിനിൽ കയറുന്നു. ഈ പറയുന്ന ലുട്ടാപ്പിയും ട്രെയിനിൽ കയറുന്നു. ലുട്ടാപ്പി രാവണനെ കാണുന്നു, പരിചയപ്പെടുന്നു. കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എറണാകുളത്ത് നിന്നും ട്രെയിൻ എടുക്കുമ്പോൾ ഈ പറയുന്ന തിങ്ങി നിറഞ്ഞ ബോഗിക്കകത്തെ കൈ എവിടെയൊക്കെയോ ഊർന്നിറങ്ങി പോകുന്നു. ആരുടെ കൈ? രാവണന്റെ കൈ. ആരുടെ എങ്ങോട്ട്? ലുട്ടാപ്പിയുടെ എങ്ങോട്ടോ ഇറങ്ങിപ്പോകുന്നു. ലുട്ടാപ്പി ആദ്യമൊക്കെ മിണ്ടാതിരുന്നെന്ന് തോന്നുന്നു. പക്ഷേ അടിച്ച് പൊടിച്ച് എല്ല് തകർത്തൊക്കെ വിട്ടിട്ടുണ്ടെന്നാണ് ലുട്ടാപ്പി പറയുന്നത്. മൊത്തം ഡീറ്റെയിൽസ് ലുട്ടാപ്പി പറയുന്നത് തന്നെ നമുക്ക് കേട്ട് നോക്കാം. രാവണൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടിയിട്ടുണ്ട്. വീഡിയോ ഡിലീറ്റ് ചെയ്ത് രാവണൻ ഓടി. അപ്പം കള്ളത്തരം കാണിക്കുന്നവരല്ലേ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഓടത്തുള്ളൂ. അതും നമുക്ക് കാണിക്കാം. എന്താണ് ഇപ്പം ലുട്ടാപ്പി പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം. നടക്കരുത് എന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് എനിക്കായിരിക്കും പറ്റിയത്, നാളെ വേറൊരുത്തൻ ഈ കാര്യം പറ്റും. എനിക്ക് ഇന്നലെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന രീതിയിൽ ഒരു അനുഭവം പറ്റി. ട്രെയിനിൽ വെച്ച് പറ്റിയതാണ്. നമ്മുടെ ജാസിയൊക്കെ അറിയായിരിക്കുമല്ലോ, വീഡിയോസ് ഇടുന്ന ജാസിയൊക്കെ അറിയായിരിക്കുമല്ലോ. അപ്പം അവന്റെ കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി ഉണ്ട്. നമ്മളെ പറഞ്ഞു തന്നതിനാ എനിക്ക് കറക്റ്റായിട്ട് അവനെ അറിയാം. എന്താണെന്ന് അങ്ങനെ വീഡിയോസ് ഇടുന്നതാണുണ്ട്, അങ്ങനെ അറിയാന്നുള്ള പരിചയമുണ്ട്. അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ട്രെയിൻ കയറിയത്. അപ്പൊ ട്രെയിൻ ഞങ്ങൾ എറണാകുളത്താണ് കയറിയത്. അപ്പം എന്റെ ഒരു ഇതിൽ ഇപ്പൊ വീഡിയോസ് ഇടുന്ന ഒരാളല്ല. അപ്പം എന്തായാലും നമ്മൾ ആരായാലും ചെന്ന് പരിചയപ്പെടും. അങ്ങനെ ഞാൻ ചെന്ന് പരിചയപ്പെടും. ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം എറണാകുളത്ത് എത്തുന്ന കുഴപ്പമില്ല എന്ന് എറണാകുളത്ത് കഴിഞ്ഞ ട്രെയിൻ എറണാകുളത്ത് നിന്ന് എടുത്തപ്പം ഇവൻ വേറെ സ്ഥലത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ കാര്യം എടുത്ത് തട്ടി മാറ്റി, കൈയൊക്കെ തട്ടി മാറ്റി അപ്പനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവൻ ഒത്തിരി നേരം കൊണ്ട് പിടുത്തോ എവിടേക്കൊക്കെ ഇരുന്ന് പിടിക്കുന്നുണ്ട്. ഞാൻ അപ്പനെ കൈയൊക്കെ തട്ടി മാറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ ട്രെയിൻ പോകുന്നതിന്റെ വാതിക്കലാണ് ഇരിക്കുന്നത്. അപ്പം ഈ കഥ കണ്ട് ആ വാതിക്കെ ഇരിക്കും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും ഞാൻ ചെയ്തു വെക്കാൻ അപ്പനെ നേരെ ട്രെയിനിൽ എടുത്തു വരെ ചാടി കഴിഞ്ഞാൽ നാളെ ഞാൻ കൊലക്കുറ്റത്തിന് അകത്ത് കൊണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഓക്കെ, ഈ പറയുന്ന ലുട്ടാപ്പി പറയുന്നത് കേട്ടില്ലേ? കുറച്ചു നേരമൊക്കെ അടങ്ങിയിരുന്നു. കാരണം ട്രെയിനിൽ കുത്തി നിറഞ്ഞ ബോഗിയാണ്. വല്ലതൊക്കെ ചെയ്തെടുത്ത് ചാടിക്കഴിഞ്ഞാൽ ഇപ്പൊ കൊലക്കുറ്റത്തിന് വരെ കേസ് പറയേണ്ട അവസ്ഥയാവും. അപ്പൊ അതുകൊണ്ട് കുറച്ചു നേരം ഞാനൊന്ന് മിണ്ടാതെയൊക്കെ ഇരുന്നിട്ടുണ്ട്. ബാക്കി കേൾക്കാം. അപ്പൊ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് അന്നയില്ലാത്ത ഞാൻ ആലപ്പുഴ എത്തിയപ്പോൾ നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. ചള്ളക്കും കൊടുത്ത് അവിടെ ഇട്ട് ചവിട്ടി അരച്ചു കൊടുത്തിട്ടുണ്ട്. എറണാകുളത്തുനിന്ന് കയറിയ ആൾക്ക് അരച്ചു കൊടുക്കുന്നത് ആലപ്പുഴ എത്തിയപ്പോഴാണ്. എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് വരാൻ ഏതാണ്ട് കുറഞ്ഞതൊരു 1/4 മണിക്കൂർ വേണ്ടേ? നമ്മളൊക്കെ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണേ, അറിയാമേ. ഇനി വല്ല വന്ദേ ഭാരതും അപ്പം ഓടുന്ന ഇടിക്കുന്ന ട്രെയിനിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ കുറ്റത്തെ അകത്താവത്തോണ്ടാണ് ഞാൻ മാനിയായിട്ട് ഇവനെ അടിച്ചത്. അപ്പം ഇവന്റെ കാര്യം പിന്നെ ജാസ്തി എടുത്തൊരു ബഹുമാനം ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിൽ നടക്കുന്ന വീഡിയോസ് ഇടുന്നു. അവരുടെ കാര്യത്തിൽ അവർ ഇതായിട്ട് നിൽക്കുന്നു. ഞാൻ അവരെ കുറ്റപ്പെടുത്താനൊന്നും ഞാൻ ചെല്ലുന്നുമില്ല.
ഇവനെ കൊണ്ട് ജാസി ഞാൻ കാലി പിടിച്ച് പറയാം, വെറും തന്തയില്ലാത്തവരെ കാണിച്ചത്. എന്താന്ന് പറഞ്ഞാൽ വീഡിയോസ് കാണുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പോയി പരിചയപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നൊക്കെ അറിയില്ല. പിന്നെ അവൻ എന്റെ അടുത്ത് ഒത്തിരി കാര്യങ്ങൾ ഓഫർ ചെയ്ത്, ഐഫോണ് ഗൾഫിൽ എന്തോ ജോലി സെറ്റ് ആയി തരാന്ന് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് തന്തയില്ലാത്ത. ഐഫോണും ഗൾഫിലെ ഒരു ജോലിയും ഒരു പിടിക്ക് സമ്മതിച്ചാൽ ഇതൊക്കെയാണോ കേരളത്തിൽ നടക്കുന്ന വമ്പൻ ഓഫേഴ്സ്? ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓണം ഓഫറും ക്രിസ്മസ് ഓഫറും ഒക്കെ എന്തെങ്കിലും ആണോ? ഒരു ഐഫോണും എന്താ പറയാ സെറ്റിൽമെന്റ് ആയിട്ടുള്ള നമ്മളെ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ കിട്ടാൻ ഒരു പിടിക്ക് കൊണ്ട് കഴിയുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്ന സുഹൃത്തുക്കളെ. എന്തായിരുന്നാലും ഇതിനകത്ത് ഈ ലുട്ടാപ്പി പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യത്തോടെ എനിക്ക് എതിർപ്പുണ്ട്. കാരണം ജാസിയെ ഇതിനകത്ത് പരാമർശിച്ചിരിക്കുകയാണ്. അപ്പം ജാസി ശരിക്കും പറഞ്ഞാൽ ജാസിയുടെ ഭാഗത്ത് നിന്ന് കുറെ ഫോൾട്ടുകളൊക്കെ വന്നിപ്പോൾ ഏറിപ്പോകുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ജാസി നമ്മുടെ ഒരു സുഹൃത്തും കൂടിയാണ്. പക്ഷേ എന്നിരുന്നാലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജാസിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് അതിന് നമുക്ക് ജാസിയെ പിടിച്ച് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അയാളുടെ വഴിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അയാളെ പിടിച്ച് തന്നെ ബ്ലെയിം ചെയ്യണം. അപ്പൊ ജാസി അതിലോട്ട് ജാസിയെ വലിച്ചിടാൻ 100,000 കാര്യങ്ങൾ വേറെ ഉണ്ടല്ലോ, അങ്ങനെ വലിച്ചിടാമല്ലോ. അപ്പൊ ഈ രാവണന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ രാവോസിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് വലിച്ചിടരുത് എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം ജാസിക്ക് അല്ലാതെ തന്നെ ഇഷ്ടംപോലെ കോണ്ടന്റ്സ് റിയാക്ട് ചെയ്യാൻ നിങ്ങൾക്കുണ്ടേ. ഓക്കെ, ബാക്കി കേൾക്കാം. അപ്പം എന്തായാലും ഈ ഞാൻ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചിരുന്നു. എന്തായാലും എന്റെ മനസ്സ് ഇതാക്കണില്ല. വീഡിയോ ഇട്ടൊക്കെ തുറന്നു പറഞ്ഞ് മനസ്സിലാക്കി ഇട്ടേക്കാണ്. അപ്പം സൂക്ഷിച്ചൊക്കെ ഇനി പോവാണ്. ബോയ്സ് ആയാലും സൂക്ഷിച്ചൊക്കെ ഇവ ഈ താഴെയൊക്കെ കാണുവാണെങ്കിൽ അടുത്തോട്ട് പോയി ഫാനാണെന്നൊന്നും പറയില്ല. ഇവരെയൊക്കെ പിടിച്ചു കളയും. ഇപ്പോഴും കൂടെ ഞാൻ പറയും, തന്തയില്ലാത്ത വെറും തന്തയില്ലാത്ത. അപ്പം സൂക്ഷിച്ചൊക്കെ ഇവന്റെ അടുത്തൊക്കെ പോയി ഇരിക്കുക. ഇവൻ കയറി പിടിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലമാണ്. ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ബോയ്സിന്റെ കാര്യം പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ സൂക്ഷിച്ചൊക്കെ നിൽക്കുക. ഗുഡ് ബൈ. അപ്പോ രാവണന്റെ ഫാനാണെന്ന് പറഞ്ഞാണ് ഈ പയ്യൻ പോയിരിക്കുന്നത്. അപ്പൊ ഫാൻസിനെ കണ്ടാ കയറി പിടിക്കും എന്നാണ് ലുട്ടാപ്പി പറയുന്നത്. ലുട്ടാപ്പിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 2 പാർട്ടുള്ള വീഡിയോയുമായി എത്തിയിട്ടുണ്ട് നമ്മുടെ രാവൂസ്. പക്ഷേ രണ്ടാമത്തെ പാർട്ട് അങ്ങ് പ്രൈവറ്റ് ആക്കി കളഞ്ഞു, ഡിലീറ്റ് ആക്കി കളഞ്ഞു. രാവണൻ എവിടെ പോയി? രാവണൻ ഒന്ന് ക്ലിയർ ചെയ്യണമല്ലോ എന്താണ് നടന്നെന്നുള്ളത്. ട്രെയിനിനകത്ത് ഞാൻ ഇത്രയും സാധാരണ റിയാക്ഷൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരാളെ പറയുന്നില്ല. പക്ഷെ ട്രെയിനിനകത്തെ ഇൻസിഡൻസ് അത് നമ്മൾ വിചാരിക്കുന്ന ലെവലേ അല്ല മക്കളെ. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാതെ അടുത്ത് വന്ന് മിണ്ടിയും സംസാരിച്ച് നല്ല കാര്യവും പറഞ്ഞ് ഇവന്മാരെ കൈ കടത്തും. അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. ചിലർ അടി കൊടുക്കും, ചിലർ പേടിക്കും. ഞാൻ പേടിച്ചിട്ടുള്ള ആളാണ് കേട്ടോ, ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ പേടിച്ചിട്ടുള്ള ആളാണ്. കാരണം നമ്മൾ പെട്ടെന്ന് പേടിക്കും. പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ എന്താ ചെയ്യണേ നമ്മൾ കിടകിടാ വിറയ്ക്കും. ചിലർ നല്ലപോലെ റിയാക്റ്റും ചെയ്യും, ചിലർ മിണ്ടാതിരുന്നും കൊടുക്കും. പല ടൈപ്പ് ആൾക്കാരുണ്ട്. എന്തായാലും രാവണൻ ആരാണ്ടൊക്കെയോ വിളിച്ച് എന്താണ്ടൊക്കെയോ ഫേക്ക് തെളിവുകളായിട്ട് വന്നിട്ടുണ്ട്. ഇതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂഫ് സഹിതം രാവണനാണ്. ഈ പറയുന്ന കള്ളപ്രൂഫുകളും അല്ലെങ്കിൽ കള്ളമാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ലെവലിലുള്ള പ്രൂഫുകളൊന്നും അല്ല രാവണൻ നമുക്ക് കാണേണ്ടത്, ഒറിജിനലാണ്. ഓക്കെ, എന്തായാലും രാവണൻ പറയുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഹായ്, അപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഒരാളെ കയറി പിടിച്ചു എന്നൊരു വീഡിയോ ഇപ്പം കുറേ പേര് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എറണാകുളം കല്യാണത്തിന് പോയിട്ട് വന്ന് മെനിഞ്ഞാന്ന് അപ്പോൾ എൻ്റെ കൂടെ ട്രെയിനിൽ തന്നെ നമ്മൾ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്ന് ഒരു ബോഗിയിലുണ്ടായിരുന്ന 2-3 പേരുണ്ട്. അപ്പോൾ ഞാനൊരു കോൾ ഒരാളെ വിളിച്ചോട്ടെ. പടച്ച റബ്ബാണ്, ഫസ്റ്റ് കോളാണ്, വിളിച്ചോട്ടെ. എടാ, ഈ കോളിനകത്തൊന്നുമില്ല. ഈ കോളിൽ വിളിച്ചു നോക്കുന്ന ആളുടെ അടുത്ത് നിങ്ങൾ അപ്പുറത്തെ ബോഗിയിലല്ലേ ഇരുന്നത്, നമ്മൾ ഇപ്പുറത്തെ ബോഗിയിലല്ലേ, നമ്മളൊന്നും കണ്ടില്ലല്ലോ, എനിക്ക് അടി കിട്ടിയോ അണ്ണാ? ഇല്ല, എനിക്കറിയില്ലല്ലോ, അങ്ങനെ നടന്നോ? ഇങ്ങനെ ചോദിക്കുന്ന ഒരു 2 സാധനമാണ് ഇവിടെ നടക്കുന്നത്. വേറെ ഒന്നും ഇവിടെ കാര്യമായിട്ട് നടക്കുന്നൊന്നുമില്ല. ഓക്കെ, അതിനകത്ത് സംസാരിച്ചിട്ട് കാര്യം എന്നൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് ഇത്രയും വൈറലായ വീഡിയോ പിന്നെ ആരും കാണാതെയാണോ ഇരിക്കുന്നത്? എന്താണ് കാര്യം എന്ന് അറിഞ്ഞുകൂടാതെയാണോ ഇരിക്കുന്നത്? ആൾക്കാർക്ക് എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ആൾക്കാർക്ക് അറിയില്ലേ? ഇതിനുശേഷം രണ്ടാമത് ഒരു വീഡിയോ രാവണൻ ഇട്ടിട്ടുണ്ട്. രാവണന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി. രണ്ടാമത്തെ വീഡിയോക്ക് രാവണൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയുള്ള സാധനമാണോ ഞാൻ പിടിക്കാൻ പോണതെന്ന്. ഇത്രയുള്ള സാധനമാണോ, അതോ ഇനി ഇത്രയുള്ള സാധനമാണോ, ഇത്രയുള്ളതാണോ, മുഴച്ചതാണോ, നീണ്ടതാണോ, തടിച്ചതാണോ എന്നൊക്കെ രാവണന് എങ്ങനെ അറിയാം? എനിക്ക് അയ്യോ അത്രയ്ക്ക് ഗതികേടല്ലേ ഇത്രയുള്ള സാധനം പോയി പിടിക്കാനെന്നുള്ള ലെവലിൽ രാവണൻ രണ്ടാമതൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനെ ട്രോൾ ചെയ്തുകൊണ്ട് ആ വീഡിയോയുടെ ബാക്കിയായിട്ട് ഇത്രയേ ഉള്ളൂ ബാവുസാമി എന്ന് പറഞ്ഞ് ഡാൻസ് കളിച്ച് തുള്ളില എന്തൊക്കെയോ നിന്റെ ചാടിനെ ഇട്ട് ചാടുന്നത് കൊണ്ട് രാവണ ആ വീഡിയോ എവിടെ പോയി? രാവണന് ഇത്രയേ ഉള്ളൂ എന്ന് എങ്ങനെ മനസ്സിലായി? ഗണിച്ചോ? രാവണൻ ഗണിച്ചാണോ കണ്ടുപിടിച്ചത് ലുട്ടാപ്പിയുടെ അവിടെ ഇരിക്കുന്നത് ഇത്രയാണെന്ന്? വളരെ മോശമാണ്. ഒരാളുടെ കൺസെന്റ് ഇല്ല. നിങ്ങൾക്ക് അവിടെ കൺസെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കുത്തിമറിയുക എന്താണോ ചെയ്തോ? പബ്ലിക് സ്പേസിലല്ല, എവിടെ എന്ത് വേണോ നിങ്ങൾ എങ്ങോട്ടോ റൂം എടുത്തോ എന്തോ ചെയ്തോ. പക്ഷെ ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാളുടെ മറ്റിടത്തോ അയാളുടെ ശരീരത്തോ അയാളുടെ ഒരു രോമത്ത് പോലും തൊഴാനുള്ള അധികാരം ഇവിടെ ആർക്കും ഇല്ല. പ്രത്യേകിച്ച് ട്രെയിനിനകത്ത് കയറുന്ന
കഴപ്പിന്റെ അങ്ങേയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല എനിക്കും അത്രയ്ക്ക് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. ഈ കേസ് കേട്ടപ്പോഴത്തേക്കും രാവണന്റെ സംസാരത്തിൽ നിന്ന് വളരെ വിസിബിൾ ആണത്, തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഒരു ബഹുമാനം ഉണ്ടായിരുന്നു നിങ്ങളുടെ, അതൊക്കെ അങ്ങ് പോയി കിട്ടി. അതൊക്കെ അങ്ങ് പോയി കിട്ടി. നിങ്ങളായിട്ട് തന്നെയാണ് നിങ്ങൾക്കുള്ള വില ഇടിച്ച് കളയുന്നത്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൂടെ നടക്കുന്നവർ ശ്രദ്ധിക്കുക. ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ രാവണൻ തരുന്നെങ്കിൽ തരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള ആൾക്കാർ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ അടിച്ചവന്റെ കവാലം പൊട്ടിക്കാനായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.